ഏർവാടിയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം ബാദിസലി അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. അവരുടെ മദദ് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. അവരോടൊത്ത് ഇന്ത്യയുടെ പ്രാണരക്ഷാർത്ഥം, ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യയിൽ പരിശുദ്ധമായ ദീനിനെ വേരോടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യാത്ര പുറപ്പെട്ടു വന്ന സംഘത്തിലുണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സിക്കന്ദർ ബാദിഷാ റളിയല്ലാഹു അൻഹു. ഇതിന് വിശ്രമമുള്ളത് അവരോടൊത്ത് അവർക്ക് സഹായിയായി വർത്തിച്ച 3 സഹയാത്രികരായ അവരുടെ പട്ടാളം സൈന്യത്തിൽപ്പെട്ട 3 പേരാണ് ഇവിടെ ഈ കാണുന്ന 3 ഖബറുകൾ. ഒന്നിത്, അവിടെ അള്ളാഹു അവരുടെയൊക്കെ മദദും ദർജയും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അവരൊരുമിക്കുന്ന സ്വർഗത്തിൽ നമുക്കും അവരോടൊത്ത് ഒരുമിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഏറ്റവും മുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഏറ്റവും മുകളിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട കഥാപുരുഷൻ ബഹുമാനപ്പെട്ട സിക്കന്ദർ ബാദിഷാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉള്ളത്. അവിടേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ പോയിട്ട് ബാക്കി അവിടെ ചർച്ച ചെയ്യും. ദൂരം സഞ്ചരിച്ച് ത്യാഗപ്പെട്ട് ഈ മലയുടെ മുകളിലേക്ക് കടന്നു വന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദിഷാ, ഏർവാടി വിദ്യാർത്ഥിയതല്ലോ, ആ ഏർവാടി അന്ത്യവിശ്രമം ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹുവിന്റെ സഹയാത്രികനും ആ ഈ പ്രചരണത്തിൽ അവരോട് കൂടെ നിന്ന ആളുമായ ബഹുമാനപ്പെട്ട സിക്കന്ദർ ബാദിഷാ റളിയല്ലാഹുവിന്റെ ഇവരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. വളരെ ത്യാഗം നിറഞ്ഞൊരു ചരിത്രമാണ്. അതായത് വീരപാണ്ഡ്യ എന്ന പേരുള്ള ഒരു രാജാവ്, മുസ്ലിമായ ഒരു രാജാവ്, ആ രാജാവിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വതന്ത്രമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ രഹസ്യമായി താമസിച്ചൊരു ഗുഹയാണ്. നമ്മൾ ആ കണ്ടത് ഒരു ഗുഹയുടെ അടിഭാഗമാണ്. അവിടെ വെച്ച് ആ രാജാവിൻ്റെ കിങ്കരന്മാരാൽ, പട്ടാളക്കാരാൽ ബഹുമാനപ്പെട്ടവർ ഷഹീദാവുകയാണ് ചെയ്തത്, ഷഹീദാക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഷഹീദായ അവരുടെ മക്ബറയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു കാലത്ത്, ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാം ലോകമെമ്പാടും വ്യാപിച്ചു, ഇന്ത്യയിലുടനീളം വ്യാപിച്ചു, ഓരോ മുക്കിലും മൂലയിലും അത് എത്തിപ്പെട്ടു. എന്നാൽ ഇതൊക്കെ ഇവിടെ എത്തിപ്പെടുന്നതിന് മുന്നേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരാളും മുസ്ലിം അല്ലാതിരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പറയാൻ കഴിയാതിരുന്നൊരു കാലഘട്ടം, പറഞ്ഞാൽ കൊല ചെയ്യപ്പെട്ടിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ച് നമ്മുടെ ഈ രാജ്യത്തിലേക്ക്, ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ ദീനി പ്രചരണം നടത്തിയ ആളുകളാണ് ഇവരൊക്കെ. ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹു അൻഹു ഇവരുമൊക്കെ. ഈ മഹാനവറുകളെ സംബന്ധിച്ച് എല്ലാ മതത്തിലെയും ആളുകൾ ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഏർവാടിയിലേക്ക് പോകുന്നവരിവിടെ വരും. പല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളായ ഹൈന്ദവ സഹോദരങ്ങൾ അവരിവിടെ വരും. അപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട ഒരു സ്ഥലമാണിത്. നമ്മളും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇവരെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യും? തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അള്ളാഹു തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ മദദും ബറക്കത്തും നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.